രാമ 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 രാമ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. ഇന്ന് കർക്കിടകം 1 എല്ലാവരും ശീബോധിക്ക് വെക്കാനും അതേപോലെ രാമായണം വായിക്കാനും ഒക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ശീബോധിക്ക് വെച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ശീബോധിക്ക് വെക്കുന്നതെന്നും ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ശീബോധിക്ക് വെക്കുന്നതിനെ പറ്റി അതേപോലെ കർക്കിടക മാസത്തിൻ്റെ രാമായണ മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നില്ല. അതേപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള കലിയന് കൊടുക്കുക, കലിശിക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതേപോലെ എൻ്റെ സ്ക്രീനിലും കൊടുക്കുക. ഞങ്ങൾക്കിവിടെ ശീബോധിക്ക് വെക്കാൻ ദശപുഷ്പങ്ങളെല്ലാം തന്നെ കിട്ടാറില്ല. ഇവിടെ കറുക മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ കറുകയും തുളസിയും കൂടെ വെച്ചിട്ടാണ് ശീബോധിക്ക് വെക്കാറുള്ളത്. വീട്ടിലൊക്കെ ശീബോധിക്ക് വെക്കുന്നത് ഒരു പലകയുടെ മുകളിലാണ്. എനിക്കും ഇവിടെ ഒരു പലക കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പലകയുടെ മുകളിലായിട്ട് ശീബോധിക്ക് വെക്കാൻ കഴിഞ്ഞു. മക്കൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് അവർ വിളക്ക് കൊളുത്തുന്ന സമയത്തൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ എണീറ്റ് വന്ന് കുളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുട്ടികൾക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ചെയ്യുമ്പോൾ അവരടുത്തില്ലെങ്കിലും ചെറിയ മോനെ എണീറ്റ് വന്ന ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് കർക്കിടകം മുഴുവൻ ചെയ്യുമോ ഇങ്ങനെ, അതോ കർക്കിടകം 1 തീയതി മാത്രമാണോ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ. അവന് മുമ്പ് ഇത് കണ്ടിട്ടുണ്ടെങ്കിലും അത് എത്ര ദിവസം ചെയ്യായിരുന്നു എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവ് വേണമെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇങ്ങനത്തെ ഒരു അറിവും ഇല്ലാതെയായി പോകും. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ വരികയും അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയുകയും ചെയ്യും. അപ്പം മക്കൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. അവർക്ക് ഇതൊരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും അവർ നാളെ നേരത്തെ എണീക്കുകയും ഇതെനിക്ക് ചെയ്യണമെന്ന് പറയുകയും ചെയ്യും. ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ. ഇതേപോലെയായിരുന്നു ഓണത്തിൻ്റെ സമയത്ത് അത്തത്തിൻ്റെ ദിവസം മുതൽക്ക് അവസാന ദിവസം തന്നെ ചെറിയ ആൾ തന്നെയായിരുന്നു പൂവിട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവന് പിന്നെ നല്ല ഉഷാറായി. ഇതെനിക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ദിവസം അവൻ തന്നെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊന്ന് കൂടെ നിൽക്കണം. ഇതേപോലെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മളൊന്ന് അവർക്ക് കൂടെ നിന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നാട്ടിലൊക്കെയുള്ള മക്കൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കാരണം നാട്ടിലിങ്ങനെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണും, അവർക്ക് കുറച്ചുകൂടെ പറ്റും. നാട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്ന കുട്ടികൾക്കാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം അവർക്ക് നാട്ടിൽ നടക്കുന്ന ചടങ്ങുകളെ പറ്റിയൊന്നും അവർക്ക് അറിയുന്നില്ലല്ലോ. അപ്പം നമ്മൾ കഴിയുന്നതും വീടുകളിൽ നമ്മുടെ റൂമുകളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. അതുപോലെ കുട്ടികളെയും കൂടെ നിർത്താൻ നോക്കുക. അപ്പോഴാണ് അവർക്കും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവുകൾ ഉണ്ടാവുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. മുമ്പ് രാമായണ പ്രശ്നോത്തരി ഇട്ടിട്ടുണ്ടായിരുന്നു, 2-3 വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്കും ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഏതെങ്കിലും കുട്ടികൾക്കൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ അതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേർക്കത് നല്ല ഉപകാരമായി എന്നുള്ളത് കേട്ടു. അപ്പം നിങ്ങളത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ 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 പാഹി മാം. ശിവേ സർവതക സാധികേ കനിഞ്ഞു കൂപ്പുമിന്നുടെ കാലദോഷമാകവേ കളഞ്ഞു രക്ഷ ചെയ്കമാം. പാരിടെ ദരിദ്ര ദുഃഖമേ കിടാതെനിക്കു നീ ഭൂരിമോദമേ